ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് 2023 LSS മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. മലയാളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ 12 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 മാർക്കാണ് ആകെയുള്ളത് കേട്ടോ. 20 മാർക്കുണ്ട്, 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി സ്നേഹിയായ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഈ വാക്യത്തിൽ ഓർമ്മ എന്നർത്ഥം വരുന്ന പദം ഏത്? ഏതാണ്? സ്മരണ. ആൻസർ വരുന്നത് സ്മരണയാണ് കണ്ടോ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി എന്ന് വെച്ചാൽ എന്താണ്? സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി. അപ്പൊ ഉത്തരം വരുന്നത് സ്മരണ. ക്വസ്റ്റ്യൻ 2. നാഴിയൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. പ്രശസ്തമായ ഈ വരികൾ എഴുതിയ കവി ആരെ? ആൻസർ പി ഭാസ്കരൻ. ക്വസ്റ്റ്യൻ 3. തുള്ളിയണഞ്ഞു. ഈ വാക്ക് പിരിച്ചെഴുതുക. എങ്ങനെ എഴുതാം? തുള്ളി പ്ലസ് അണഞ്ഞു. അപ്പോൾ അവിടെ യാ മാറി എന്തായി? ആ. തുള്ളി പ്ലസ് യണഞ്ഞു എന്നല്ല, തുള്ളി പ്ലസ് അണഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചാനലിൽ ജോയിൻ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് 4ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ LSSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം PDF രൂപത്തിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായി സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണത്തിനെ പറയുന്ന പേരെന്ത്? ഉത്തരം ദൃക്സാക്ഷി വിവരണം. ക്വസ്റ്റ്യൻ 5. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് കായിക വിനോദത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. സൂചനകൾ വായിക്കാം. സമയദൈർഘ്യം 90 മിനിറ്റ്, 90 മിനിറ്റ്സ് ആണ്. 2 ടീമുകളുണ്ട്. ഒരു ടീമിൽ 11 കളിക്കാരുണ്ട്. IM വിജയൻ, പെലെ തുടങ്ങിയവർ പ്രശസ്ത കളിക്കാരാണ്. കാൽക്കരുത്തിന്റെ ആവേശത്തെ ലോകം നെഞ്ചിലേറ്റിയ കളിയാണിത്. ഏതാണ് ഈ കളി? ഫുട്ബോൾ. അടുത്തത് നോക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുള്ളതിൽ നിന്നും തെരഞ്ഞെടുത്തെഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ആലോചിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് ശരിയായ ഓപ്ഷൻ ഏതാണോ അത് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ 6ലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തേക്കാം. LSS എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ആണ്. ആ ലിങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ LSSുമായി ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിലെ ഒരുപാട് ചോദ്യ പേപ്പറുകളും അതുപോലെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ കാണാവുന്നതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ 6. കഥകളിയിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവട് വെച്ച് അമർന്നു കളിക്കുന്ന ചടങ്ങ് ഏത്? ഓപ്ഷൻസ് നോക്കൂ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി തോടയം. ക്വസ്റ്റ്യൻ നമ്പർ 7. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാല ക്രമത്തിലുള്ളത് തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ നോക്കൂ, അക്ഷരമാല ക്രമം എന്ന് പറയുമ്പോൾ ഇ ആ ഒരു ഓർഡറിലാണ് വരുന്നത് അല്ലെ? അപ്പോൾ തുടങ്ങുന്നത് ഏതായിരിക്കണം? തുടങ്ങുന്ന വാക്കിന്റെ അക്ഷരം ആ ആയിരിക്കണം അല്ലെ? അപ്പൊ നോക്കൂ, ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കാലാണ് തുടങ്ങുന്നത്. ക എന്ന് പറഞ്ഞ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒരിക്കലും ഇതിന്റെ ഉത്തരമായിട്ട് വരില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ എ അങ്കണം, ഓപ്ഷൻ ബിയും അങ്കണമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വാക്ക് നോക്കാം. ഓപ്ഷൻ എയിലാണെങ്കിൽ കരുണ, ഓപ്ഷൻ ബിയിലാണെങ്കിൽ താവളം. അപ്പൊ അക്ഷരമാല ക്രമം നോക്കുമ്പോൾ ആ ഒരു ഓർഡർ നോക്കുമ്പോൾ കായാണോ തായാണോ ആദ്യം വരുന്നത്? കായാണ് അല്ലേ? അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ 8. ചുവടെ കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേത്? നമുക്ക് ചൊല്ലുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഓപ്ഷൻ ബി കാലത്തെ വിളച്ചാൽ നേരത്തെ കൊയ്യാം. ഓപ്ഷൻ സി ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം.
ഓപ്ഷൻ ഡി, മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ക്വസ്റ്റ്യൻ 9. താഴെ പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏത്? നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. ഏതാണ്? ഓപ്ഷൻ എ, അനുബന്ധം. ക്വസ്റ്റ്യൻ 10. ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, ഏറ്റവും ശാന്തവും ചരിത്ര സ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ കടന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ്. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാട്ടിന്റെ ഒരു യാത്രാ വിവരണ കൃതിയിലുള്ള വരികളാണിവ. കൃതിയുടെ പേരെന്താണ്? ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കൂ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി, യാത്രാ സ്മരണകൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. കുടയില്ലാത്തവർ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ മഴ കവിത വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ ONV കുറുപ്പിന്റെ ഒരു രസകരമായ ഒരു മനോഹരമായ ഒരു കവിത തന്നിട്ടുണ്ട്. കവിതയൊന്ന് വായിച്ചു നോക്കാം. കവിതയുടെ പേരെന്താണ്? മഴ. കൊട്ടിപ്പാടുന്നു മഴ, നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടയായൊരു തൂശനിലയും, അതു കൊത്തിക്കുടയുന്നുവോ മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം, കുപ്പായം കുതിർന്നൊട്ടിച്ചേർന്ന തന്നുടൽ കാൺകെ കുട്ടിക്കു നാണം, മഴ നഗ്നനാക്കിയോ തന്നെ, വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി. കവിത ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എ. മഴക്കാറ്റിന്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരികൾ എടുത്തെഴുതുക. എന്താണ് വരുന്നത്? അത് കൊത്തിക്കുടയുന്നുവോ മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം. ക്വസ്റ്റ്യൻ ബി. നീരെ എന്ന് അർത്ഥം വരുന്ന പദം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എന്താണ്? വെള്ളം. ക്വസ്റ്റ്യൻ സി. മഴ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ONV കുറിപ്പിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് മഴ. മഴയെക്കുറിച്ചാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. അതുപോലെ കവിതയിലെ ഓരോ സന്ദർഭങ്ങൾ എടുത്ത് നമുക്ക് വിവരിച്ച് വർണ്ണിച്ച് എഴുതാവുന്നതാണ് കേട്ടോ. ഈ ആസ്വാദന കുറിപ്പിന് 3 മാർക്കാണുള്ളത്. അപ്പോൾ 6, 7, 8 വരികൾ നമ്മളിവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 12. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുക. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വായിച്ചു നോക്കാം. വീട് വൃത്തിയാക്കാൻ അച്ഛനെ സഹായിക്കുകയായിരുന്നു അമ്മു. അപ്പോഴാണ് മുറിയുടെ മൂലയ്ക്ക് പഴയ റേഡിയോ കിടക്കുന്നത് കണ്ടത്. പൊടി തുടച്ച് അവൾ അത് ഓണാക്കി നോക്കി. ഇരമ്പൽ മാത്രം. അച്ഛൻ പറഞ്ഞു, ഇതൊരു കാലത്ത് നമ്മുടെ വീട്ടിലെ താരമായിരുന്നു. എന്തൊക്കെ രസകരങ്ങളായ പരിപാടികളായിരുന്നു. വയലും വീടും, ചലച്ചിത്ര ഗാനങ്ങൾ, യുവവാണി വാർത്തകൾ, അങ്ങനെ പലതും. ഇതിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ നമ്മുടെ ഉമ്മറത്ത് ശ്രോതാക്കളുടെ തിക്കും തിരക്കുമായിരുന്നു. അമ്മു അത്ഭുതത്തോടെ കേട്ടുനിന്നു. മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അമ്മു പറഞ്ഞു. വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ വാർത്താവിനിമയ മാധ്യമത്തിന് ഇപ്പോൾ പ്രചാരം കുറവാണ്. ഒരേ സമയം കാണാനും കേൾക്കാനും കഴിയുന്ന ടിവിയുടെ ആരാധകരായി മാറി പുതുതലമുറ. അന്ന് രാത്രിയിൽ അമ്മു റേഡിയോ വീണ്ടും തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടേയിരുന്നു. റേഡിയോ തന്റെ കഥ പറയാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ എ. റേഡിയോയുടെ പ്രചാരം കുറയാൻ ഇടയായ സാഹചര്യം എന്ത്? ഒരേ സമയം കാണാനും കേൾക്കാനും കഴിയുന്ന ടിവി വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ ബി. കേൾവിക്കാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത്? നോക്കൂ. ഇതിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ നമ്മുടെ ഉമ്മറത്ത് ശ്രോതാക്കളുടെ തിക്കും തിരക്കുമായിരുന്നു. അപ്പൊ കേൾവിക്കാർ എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ശ്രോതാക്കൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയോയുടെ ആത്മകഥ എഴുതുക. അപ്പോൾ റേഡിയോയുടെ ആത്മകഥ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളാണ് റേഡിയോ എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളായിരുന്നു റേഡിയോ എങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക? പണ്ട് ഞാനായിരുന്നു ഈ വീട്ടിലെയും നാട്ടിലെയും താരം. എല്ലാവരും വിജ്ഞാനത്തിനും വിനോദത്തിനുമായി എന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ടിവിയുടെ വരവോടെ ആർക്കും എന്നെ വേണ്ടാതായി.
ഈ ഒരു രീതിയിൽ നമ്മൾ റേഡിയോ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈ ചോദ്യം എത്ര മാർക്കിനാണ്? 3 മാർക്കാണ് അല്ലേ? അപ്പൊ 3 മാർക്ക് ലഭിക്കാവുന്ന വിധത്തിൽ 6, 7, 8 വരികൾ നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ LSS എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. താങ്ക്